തൃശൂർ ചാലക്കുടി KMC യാർഡിൽ തീപിടുത്തം. പഴയ ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, തീ നിയന്ത്രണ വിധേയമാക്കിയോ? ഇത് സംഭവം നടക്കുന്നത് ചാലക്കുടി പേരാമ്പ്രയിലുള്ള പഴയ KMCയുടെ യാർഡിലാണ്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് യാർഡ് അവിടെ ആരംഭിക്കുന്നത്. ഇതിൽ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മെറ്റീരിയൽസ്, അതുപോലെ ബിറ്റുമിൻ, അതായത് ടാറിങ്ങിന് ഉൾപ്പെടെയുള്ള ബിറ്റുമിൻ നിറച്ചിരുന്ന ടാങ്ക്, ഇതൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് KMC യാർഡ്. ഈ ചാലക്കുടി പേരാമ്പ്രയിലുള്ള അപ്പോളോ ടൈൽസിന് പുറവശത്താണ് ഈ യാർഡ് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെയാണ് തീപിടുത്തമുണ്ടായത്. ഈ പഴയ ടാങ്ക് മുറിച്ച് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ച് മാറ്റുന്നതിനിടെയാണ് ഇത്തരത്തിൽ തീ പിടിച്ചത്. ഇതോടെ വലിയ രീതിയിലുള്ള പുകപടലായിരുന്നു. ഇതോടെ ചാലക്കുടി ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി. ചാലക്കുടിയിൽ നിന്ന് മാത്രമല്ല, പുതുക്കാട് നിന്ന് ഉൾപ്പെടെ 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 2 മണിക്കൂറോളം കഠിനമായി പരിശ്രമിച്ചാണ് തീ അണയ്ക്കാനായത്. ഇത് തീ പിടിച്ചത് ടാറിനായതിനാൽ സാധാരണഗതിയിൽ വെള്ളം ഉപയോഗിച്ച് ഇത് കെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ 500 ലിറ്ററോളം ഫോം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ വലിയൊരു തീപിടുത്തം കെടുത്താനായത്. ഈ പ്രദേശത്ത് ആളുകളൊന്നും ഇല്ലാത്തതിനാൽ വലിയ ആളഭയമൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, വെള്ളത്തിന്റെ സഹായം കൂടി ഇവർക്ക് ആവശ്യമായി വന്നു. ഇത് അപ്പോളോ ടൈൽസിൽ നിന്നാണ് ഇതിനാവശ്യമായ വെള്ളമൊക്കെ നൽകി. എന്നാലും തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തീ കെടുത്തിയിട്ടുണ്ട്. ചാലക്കുടി സ്റ്റേഷൻ ഓഫീസർ PG ദിലീപ് കുമാർ, അതുപോലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘമാണ്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. അതിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പണിപ്പെട്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും ആളപായമില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്. വൃന്ദ.